വോയിസ്, അതായത് ഒരു വോയിസ് ക്ലിപ്പിൽ പറയുന്നുണ്ടായിരുന്നു, ഒരു അറേബ്യൻ ബേക്കറിയുടെ അടുത്ത് നിന്ന് അച്ഛ പോയി നാരങ്ങ കുടിക്കുന്ന കണ്ടോ, അവിടെ ഇരിക്കുന്ന കണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ നാട്ടിൽ, അതായത് ഈ പുനലൂർ ബെഞ്ചാമൻ എന്ന് പറയുന്ന നാട്ടിലുള്ള ആൾക്കാർ തന്നെ പറഞ്ഞ ഒരു വോയിസ് ക്ലിപ്പ് ഭയങ്കരമായിട്ട് എല്ലായിടത്തും വൈറലാവുന്നുണ്ടായിരുന്നു. അത് കേട്ടിട്ടുണ്ടായിരിക്കും? ഞാന് എനിക്ക് ഒരു അറ്റാക്ക് വന്നപ്പോഴേ ഞാൻ പുനലൂർ ഞങ്ങളുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് പോയത്. അവിടെ വെച്ച് എനിക്ക് എല്ലാവർക്കും നമസ്കാരം. ഒരപ്പൻ്റെയും അമ്മയുടെ വേദന എനിക്ക് മനസ്സിലാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. സ്വന്തം മക്കളെ കുറിച്ചിട്ട് നാട്ടുകാർ അപരാധം പറയുമ്പോഴും സമൂഹം ചീത്ത പറയുമ്പോഴും നെഗറ്റീവ് പറയുമ്പോഴും ഒരപ്പൻ്റെയും അമ്മയുടെ വേദന എനിക്ക് മനസ്സിലാവും. പക്ഷേ ഈ അപ്പൻ്റെയും അമ്മയുടെയും വേദന ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറയണം. സത്യം. അവർ ഇപ്പോൾ അവരുടെ മകളെ കുറിച്ച് വെളുപ്പിക്കുമ്പോൾ നാട്ടുകാരുടെ മുമ്പിൽ കള്ളന്മാരാവുന്ന നമ്മൾ യൂട്യൂബേഴ്സ് ആയിരിക്കും, ഇല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞതൊക്കെ കള്ളം അല്ലേ, നമ്മളൊക്കെ ആരുടെ എന്നുള്ളൊരു ചിന്ത വരും, ഉറപ്പായിട്ട് വരും. അപ്പോൾ നമ്മുടെ വിവി ഹിയർ എന്ന് പറയുന്ന ചാനലിൽ ഈ പറയുന്ന ജാസ്മിൻ ജാഫറിന്റെ വാപ്പാന്റെയും ഉമ്മാന്റെയും ഇന്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു. സത്യം പറയാലോ, വെളുപ്പിച്ച് തള്ളിയെന്ന് പറയാം. വിവി ഉൾപ്പെടെ ഇരുന്ന് വെളുപ്പിച്ചെന്നേ ഞാൻ പറയത്തുള്ളൂ. സീരിയസ്ലി ഞാൻ പറയും, വിവി ഉൾപ്പെടെ ഇരുന്ന് അങ്ങ് വെളുപ്പിച്ചു ഈ പറയുന്ന ജാസ്മിൻ ജാഫറിനെ. അതിൽ ഓരോ പോയിന്റിലും എനിക്ക് വ്യക്തമായ ചോദ്യങ്ങളുണ്ട്. എനിക്ക് എല്ലാത്തിനും ഉത്തരത. ഈ ഇന്റർവ്യൂ സത്യം പറഞ്ഞാൽ വിവി അല്ല എടുക്കേണ്ടതായിരുന്നു, ഞാൻ എടുക്കണമായിരുന്നു. എനിക്ക് അതിനുള്ള കറക്റ്റായ മറുപടി തരണമായിരുന്നു. പിന്നെ വിവി എനിക്ക് തോന്നുന്ന ഫ്രണ്ട് ആയത് കൊണ്ടായിരിക്കാം അവൻ ന്യായീകരിച്ചത് കൂടെ നിന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലായോ? അവ ഈ പറയുന്ന ജാസ്മിന്റെ ഫ്രണ്ട് ആയത് ആകാമെന്നല്ല ആണ്. അല്ലാണ്ട് ഒരിക്കലും ഈ പറയുന്ന പോലെ ജാസ്മിനെ ന്യായീകരിച്ച് അവിടെ സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം ഈ വാപ്പ ഉമ്മ അവരുടെ മകളെ സേഫാക്കി സേഫ് സോണാക്കി സംസാരിച്ചു. പക്ഷെ വിമർശനം അത് ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞങ്ങൾ പറയും. കാരണം എനിക്ക് ഈ ഇന്റർവ്യൂ കണ്ടിട്ട് അട്ടർലി ഫേക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അവിടെ എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഞാൻ ഓരോന്നിട്ട് ഇപ്പൊ പട്ടിയായിട്ട് ചോദിച്ച് ഇപ്പൊ പറഞ്ഞുതരാം. അപ്പോൾ ഇന്റർവ്യൂവിന്റെ തുടക്കം നമുക്ക് ഫസ്റ്റ് ഒന്ന് കാണാം. എന്റെ കൂടെ ജാസ്മിന്റെ ഉപ്പയും പിന്നെ ഉമ്മയാണ് ഇരിക്കുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഉമ്മ എന്താ പറയുന്നത്? ഓക്കെ, ജാസ്മിന്റെ ഗെയിം ഒക്കെ കാണാറുണ്ടോ? എന്ത് തോന്നുന്നു കണ്ടിട്ട്? കുഴപ്പമില്ല. ജാസ്മിൻ ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് കാര്യം ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് 1 മില്യൺ സബ്സ്ക്രൈബർ ഒക്കെ വരുന്നത് നിസ്സാര കാര്യമല്ല. കാരണം യൂട്യൂബിൽ ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ട് ഇപ്പോഴും ഒരു സക്സസ്ഫുൾ ആവാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ജാസ്മിനെ സംബന്ധിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയായിട്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ എത്തുന്നത് ഒരിക്കലും നിസ്സാരമായിട്ട് തോന്നുന്നില്ല അല്ലേ? ഒപ്പം എന്താ തോന്നുന്നത്? എനിക്ക് നല്ല സന്തോഷമായിട്ട് തോന്നുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ മാള് നല്ലോണം കഷ്ടപ്പെട്ട് തന്നെ അത് എനിക്ക് സുഖമില്ലാതെ വന്ന് അങ്ങനെ ഒരു കഴിഞ്ഞ ഡിസംബറിലാണ് എനിക്ക് ബ്ലോക്ക് വന്നു, ചെറിയൊരു അറ്റാക്ക് പോലെ വന്നായിരുന്നു. അങ്ങനെ മെഡിക്കലിൽ പോയി 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതിലൊന്ന് മാറ്റി, പിന്നെ 1 മാസം കഴിഞ്ഞ് ഒന്നുകൂടെ മാറ്റി, പിന്നെ ഒരു ബ്ലോക്ക് നിലവിലുണ്ട്. അത് ചെറിയൊരു ബ്ലോക്ക് ആയിരുന്നു, അത് പയ്യെ മാറ്റാം എന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. ആ ബ്ലോക്ക് ഇപ്പൊ 1 വർഷം കഴിഞ്ഞു. ഇപ്പൊ ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് എനിക്കൊരു വയ്യായിക വന്നപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ മരുന്ന് കുറിച്ച് വന്നിട്ട് അടുത്തൊരു ഡേറ്റ് തന്നേക്കാണ്. അത് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു. അപ്പം വിളിച്ചു ചൊവ്വാഴ്ച വരാൻ പറഞ്ഞു. അപ്പൊ ബിബി തന്നെ പറയുന്നത് നമുക്ക് അതിലോട്ട് കടക്കാം. അപ്പോൾ വാപ്പയ്ക്ക് ഫസ്റ്റ് തന്നെ മോളെ വെളുപ്പിക്കണം. മോൾ എന്തുകൊണ്ടാണ് ഏഷ്യാനെറ്റിൽ വിളിച്ചു, അത് എന്തിനാണ് വിളിച്ചതെന്ന് ആദ്യമേ തുടക്കത്തിലെ സംസാരിച്ച് തന്നെ വാപ്പയ്ക്ക് അത് വെളുപ്പിക്കണം. മോളെ വിളിച്ചിട്ട് ഞാൻ പുറത്തുള്ളതൊന്നല്ല പറഞ്ഞത്, എൻ്റെ വയ്യായ്മയാണ്. ഈ വയ്യായ്മയിലാണ് എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുള്ളത്. ഫസ്റ്റ് തന്നെ ആദ്യം തന്നെ വാപ്പായ്ക്ക് അത് ക്ലിയർ ചെയ്യണം എന്നുള്ള രീതിയിൽ. അപ്പോൾ വിവി എന്നെ പറയാം നമുക്ക് അതിലോട്ട് വരാം. അതിനു മുമ്പേ നമുക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ വിവി പറയുന്നുണ്ട്. തിടുക്കം. ഞാൻ നിങ്ങളൊരിക്കലും കുറ്റം പറയത്തില്ല. കാരണം സ്വന്തം മകളെ വെളുപ്പിക്കുക, അതിപ്പോൾ എൻ്റെ അപ്പനായ അമ്മയായാലും ഞാനൊരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ അവരെൻ്റെ ഭാഗം നിൽക്കത്തുള്ളൂ, എന്നെ ന്യായീകരിക്കാനേ ശ്രമിക്കത്തുള്ളൂ, സീരിയസ്ലി. പക്ഷേ ഇവിടെ ന്യായീകരിച്ചിട്ട് കാര്യമില്ല. ഒരിക്കലും അത് ഒരു ശുദ്ധമായ ന്യായീകരണമായിട്ട് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും ബാക്കിയേക്കാം. ചെന്ന സമയത്ത് ആദ്യത്തെ ഒരു 2-3 ദിവസം ഭയങ്കരമായിട്ട് സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഗെയിം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സൈബർ ബുള്ളിങ് കാര്യം വളരെ എന്താ പറയുക മോശമായിട്ടുള്ള രീതിയിൽ ആയിട്ടാണ് പുറത്ത് വന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ. കാര്യം അതിനകത്ത് നിങ്ങൾക്ക് എന്താണ് ആക്ച്വലി ഫീൽ ചെയ്യുന്നത്? അതിൽ എന്റെ മകളെ എനിക്ക് നല്ലോണം അറിയാം. അവളത് ഗെയിം സ്പിരിറ്റിൽ എടുത്തതാണ്. പക്ഷെ അത് ജനങ്ങൾ എല്ലാം അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. തെറ്റായിട്ട് തന്നെ ജനങ്ങൾ ചൂണ്ടിക്കാണിക്കും. ചിന്താഗതിയുള്ള ആൾക്കാരാണ്. അത് ജനങ്ങൾ പറയുന്നതിനകത്ത് ഞാൻ തെറ്റ് പറയുന്നില്ല. എനിക്ക് തോന്നിയിട്ടുള്ളൂ ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. തെറ്റാണെന്ന് എനിക്ക് തോന്നി. അതില് ഞാൻ ജനങ്ങളെയോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നില്ല. എനിക്ക് തോന്നുമ്പോ പിന്നെ ജനങ്ങൾക്ക് തോന്നാതിരിക്കില്ലല്ലോ. ഐ ലൈക്ക് ഇറ്റ്. ഇത് വാപ്പ പറഞ്ഞ കറക്റ്റാണ്. നിങ്ങൾ പറഞ്ഞത് വളരെ വ്യക്തമാണ്. തെറ്റ് നിങ്ങൾക്കും തോന്നി. അതായത് സ്വന്തം മകൾ അവിടെ കാണിച്ചു കൂട്ടുന്ന പരിപാടികൾ സ്വന്തം വാപ്പായ്ക്ക് പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് അങ്ങനെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു. പക്ഷെ ഇതിനുശേഷം അങ്ങനെ വീണ്ടും കറങ്ങി തിരിഞ്ഞു പോയി. അതാണ് എനിക്ക് പിടിക്കാത്തത്. മനസ്സിലായ? എന്തായാലും അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു. നിങ്ങൾ തന്നെ ആ തെറ്റ് അക്സെപ്റ്റ് ചെയ്തു. കാരണം
ഈ പറയുന്ന ജാസ്മിൻ അതിൻ്റെ അകത്തിരുന്ന് കൊണ്ട് പറയുന്നത് ഞാൻ ഫ്രണ്ടാണ്, എൻ്റെ ഫ്രണ്ടാണ് ഗബ്രി എന്നിരുന്ന് വിളമ്പുമ്പോൾ കണ്ടുകൊണ്ടിരുന്ന ഒരു ജനങ്ങൾക്ക് പോലും, ഒരു വ്യക്തിക്ക് പോലും, സ്വന്തം വാപ്പാക്ക് ഉൾപ്പെടെ മനസ്സിലായതെന്ന് വെച്ചാൽ അതൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് തോന്നുന്നില്ല. അവർക്ക് അങ്ങേർക്ക് വരെ ഒരുമാതിരി തോന്നി. പിന്നെ എന്തുകൊണ്ട് ജനങ്ങൾക്ക് തോന്നിയില്ല എന്നുള്ള ചോദ്യം അങ്ങേരെന്നെ ചോദിക്കുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇത് റൗണ്ട് ചെയ്ത് മാറ്റി. അതാണ് എനിക്ക് പേഴ്സണലി പിടിക്കാത്തത്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ ഇന്റർവ്യൂ എടുത്ത് റിയാക്ട് ചെയ്യേണ്ടി വന്നത്. മനസ്സിലായോ? വെളുപ്പിച്ച് വാപ്പാക്ക് ഒരു ആദ്യം തോന്നിയെന്ന് പറഞ്ഞിട്ട് പിന്നെ കറങ്ങി തിരിഞ്ഞ് വിളിപ്പിച്ചുകൊണ്ടൊക്കെ ഏതാ വഴിക്ക് പോയി. അപ്പോൾ അതെനിക്ക് പേഴ്സണലി അങ്ങോട്ട് എനിക്ക് ഗൊത്തില്ല. അപ്പോൾ നമുക്ക് ബാക്കി കേൾക്കാം. അതേപോലെ ഞങ്ങൾക്ക് ഈ സുഹൃത്തുക്കൾ, അതായത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സുഹൃത്തുക്കളുണ്ട്. ഇവിടെ വരുന്ന സമയത്ത് ഈ ദേഹത്ത് അടിച്ചും പിടിച്ചും അത് നമ്മളത്ര കാര്യമാക്കി എടുക്കാറില്ല. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കൊച്ചുനാൾ തൊട്ടേ ആൺ സുഹൃത്തുക്കളാണ്. അതെ അവൾക്ക് ഇവരെല്ലാവുന്ന പെൺകുട്ടികളെ കൊണ്ട് സുഹൃത്തുക്കളായിട്ട്, പിന്നെ ആൺ സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് പേരുണ്ട്. എനിക്കറിയാവുന്നതാണ്, നമ്മുടെ വീട്ടിൽ വരുന്നതാണ്, ഇവിടെ വന്ന് സഹകരിക്കുന്നതാണ്, എനിക്ക് നല്ലോണം അറിയാം. അതൊക്കെ ഞാൻ ഈ പിന്നെ അതാണ് ഇതാണെന്നൊക്കെ പറയുമെങ്കിൽ പിന്നെ എൻ്റെ മകള് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, പാപ്പ ഞാൻ അങ്ങനെ ഒരു തെറ്റിലേക്ക് പോകുന്ന ഒരാളല്ല. അതെനിക്ക് നല്ലോണം അറിയാം, നല്ലോണം എനിക്കറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ആ ഒരു ഗെയിമില് അവിടെ ഒരു ഗെയിം സ്പിരിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഓഡിയൻസ് നല്ലതുപോലെ എടുക്കും എന്നുള്ള ഒരു മൈൻഡ് ആയിരിക്കാം ആ ഗെയിം കളിച്ചിരിക്കുന്നത്. പക്ഷെ അതിനകത്ത് തന്നെ വേറൊരു കണ്ടസ്റ്റന്റ് ആണ് ഈ ഗബ്രി എന്ന് പറയുന്നത്. ഗബ്രിയിലോട്ട് നമുക്ക് വരാം. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ വാപ്പ പറയുന്നുണ്ട് എൻ്റെ മോൾക്ക് പണ്ട് മുതലേ പെൺ സുഹൃത്തുക്കളല്ല ആൺ സുഹൃത്തുക്കളാണ് കൂടുതൽ. അതിൽ നമ്മൾ ഞാനോ ആരെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അതിലൊരു തെറ്റായിട്ട് നമ്മൾ ആരും കണ്ടിട്ടില്ല. ആൺ സുഹൃത്തുക്കൾ ഉണ്ടാകുന്നതിൽ എന്താ ഒരു തെറ്റുമില്ല. പക്ഷെ ഒരു സുഹൃത്ത് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബ്രദർ സിസ്റ്റർ എന്ന് പറയുമ്പോൾ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ആ ഒരു ബന്ധത്തിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് ഓവറായി കഴിഞ്ഞാൽ, എക്സസ് അത് കുറച്ചുകൂടി ഓവറായി കഴിഞ്ഞാൽ അത് ഒരിക്കലും ആ രീതിയിലല്ല. കാണുന്ന ജനങ്ങളായാലും കാണുന്നത്, സ്വന്തമായിട്ടും അത് അനുഭവിക്കുന്നത് ആ രീതിയിലല്ല. ഇവിടെ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും കേസ് എടുക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് അതൊരു ഫ്രണ്ട്ഷിപ്പ് റിലേഷൻ ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ജനങ്ങൾ ഉൾപ്പെടെ, ആ ഹൗസിൻ്റെ അകത്തുള്ള ബാക്കി 17-18 കണ്ടസ്റ്റൻസ് ഉൾപ്പെടെ അത് തട്ടിക്കേട്ടു, പറഞ്ഞു ദിസ് ഈസ് നോട്ട് റൈറ്റ്, ദിസ് ഈസ് റോങ്. അതൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് ആർക്കും കാണാൻ പറ്റുന്നില്ല. കാരണം കെട്ടിപ്പിടിക്കുന്നു ഒരിക്കലും രണ്ട് ഫ്രണ്ട്സോ ബ്രദറോ സിസ്റ്ററോ തമ്മിൽ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. പക്ഷെ അവിടെ കെട്ടിപ്പിടിക്കുന്ന രീതികൾ, അടുത്ത് കൈ നക്കി കൊടുക്കുന്നു, മറ്റേ ഗ്യാപ്പിൽ എടുത്ത് ഉമ്മ വയ്ക്കുന്നു, ഇതൊന്നും കണ്ട ജസ്റ്റ് ഒരിക്കലും ഒരു ഫ്രണ്ട്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. അവിടെ വേറെ എത്രയോ കണ്ടസ്റ്റൻസുകൾ ബാക്കി പെമ്പിളാരുടെ ദേഹത്ത് തൊടുന്നു, അല്ലെങ്കിൽ സംസാരിക്കുന്നു, ഇരിക്കുന്നു, നല്ലതായിട്ട് സംസാരിക്കുന്നു. അത് കണ്ടാൽ നമുക്ക് ഒരിക്കലും ഒരു സംശയം തോന്നുന്നില്ല. അവിടെ സിജോ ആയാലും അവിടെ ശ്രുതിയുടെ അടുത്തും ബാക്കിയുള്ള അടുത്ത് ശരണ്യയുടെ അടുത്തൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ, അവർ ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്നുണ്ടല്ലോ. അത് കണ്ടിട്ട് നമ്മൾ ജനങ്ങൾക്ക് ഒരു ഡൗട്ട് പോലും തോന്നിയിട്ടില്ലല്ലോ. അതെന്തുകൊണ്ട്? അത് ചിന്തിക്കും. അതുകൊണ്ട് ഈ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഈ പറയുന്ന ഇന്റർവ്യൂവിൽ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല വെളുപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് പക്ക 100-110% വെളുപ്പിച്ചതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ ഒരിക്കലും ഗബ്രിയുടെയും ഈ പറയുന്ന ജാസ്മിൻ്റെ റിലേഷൻ അവിടെ കണ്ടിട്ട് നമുക്ക് ഒരിക്കലും അതൊരു ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. അമ്മാതിരിയാണ് അവിടെ കാണിച്ചു കൂട്ടിയ അവരാത്. ആ വാക്കാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. കാരണം അമ്മാതിരി പരിപാടിയാണ് അവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. ഒരിക്കലും അതൊരു ഫ്രണ്ട്ഷിപ്പ് റിലേഷൻ ആയിട്ട് നമുക്ക് ആർക്കും കാണാൻ പറ്റുന്ന ഒരു കേസല്ല. എന്നിട്ട് അതിനെ വന്നിരുന്നതിന് ന്യായീകരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. മനസ്സിലായി? എന്തായാലും ബാക്കിയേക്കാം. സമയത്ത് ഗബ്രിയെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉമ്മ എന്റെ അടുത്ത് പറഞ്ഞു, നീ ഇതൊക്കെ ആമ്പിള്ളാരെ പുറകിലൊന്നും നടക്കുന്ന രീതിയിൽ തമാശക്ക് എന്തോ രീതി തമാശക്ക് അങ്ങനെ പറയാൻ നേരത്തെ പറയും. നമ്മളതിനകത്തിരുന്നപ്പോഴും ഇങ്ങനെ പാസ് ചെയ്ത് ഇങ്ങനെ പോകുന്നത് കണ്ടല്ലോ, അത് ഞങ്ങൾ സംസാരിക്കുകയും വേണ്ടി ഞങ്ങൾ ഇറങ്ങപ്പോൾ കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ പൊതുവെ പറയുന്ന കാര്യം, പുറത്തു നിന്ന് ഗെയിം പ്ലാൻ ചെയ്തിട്ട് ഗബ്രിയായിട്ട് വന്നതായിട്ടാണ് പൊതുവെ ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അപ്പം ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര സംശയം വെച്ചിട്ടുണ്ട്. അതാ ഞാൻ അത് എടുത്ത് ചോദിച്ചത്. അത് പൊതുവെ ആൾക്കാരുടെ ജനങ്ങളുടെ സംസാരമൊന്നും അത് നിങ്ങൾക്ക് നല്ലതുവണ്ണം അറിയാവുന്നതാണ്. ഒരു യൂട്യൂബ് ചാനലില്, ഓരോ യൂട്യൂബ് ചാനലിലും അതിന്റെ പിന്നെ ഇതിടുന്ന, അതായത് കമന്റ്, നിങ്ങൾ കമന്റ് ബോക്സ് പരിശോധിച്ചാൽ മനസ്സിലാവുന്നതാണ്. അത് ജനങ്ങളായിട്ട് ഇടുന്നതല്ല, ഓരോ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ആ ഫേക്ക് അക്കൗണ്ടിൽ തന്നെ പല യൂട്യൂബ് ചാനലിലും ഇതേ ഡയലോഗുകൾ പറയുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ കണ്ടിട്ടുള്ളതുമാണ്, ഞാൻ ശ്രദ്ധിക്കുന്നതുമാണ്. അത് ചുമ്മാ ഓരോരുത്തരെ അത് മനുഷ്യനെ വെറും ഇതാക്കാൻ വേണ്ടി ഓരോ ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി ഇതിനകത്ത് പറയുന്നത്. ഇതില് എന്റെ മകൾക്ക് നെഗറ്റീവ് കമന്റ് വരുന്നില്ല എന്നല്ല, വരുന്നുണ്ട്. അതിൽ 160% ഈ ഫേക്ക് അക്കൗണ്ടാണ്. 40% ആൾക്കാർ അക്കൗണ്ട് കമന്റ് ഉണ്ട്. അത് ഞാൻ സമ്മതിക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം ജനങ്ങൾക്ക് ഇഷ്ടം, എന്റെ ഫാദറായി എനിക്ക് തന്നെ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഓവർ സ്മാർട്ടാണ്, അല്ലെ ഓവറാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ പിന്നെ
ഇതിപ്പോ വാപ്പ ആദ്യം പറഞ്ഞു എനിക്ക് ഇങ്ങനെ ആയിരുന്നു, എനിക്കും അത് റോങ് ആയിട്ട് തോന്നിയത്. ഇപ്പൊ പറയുന്നത് ജനങ്ങളാണ് കുറ്റം. 40% ജനങ്ങൾ മാത്രമേ സത്യസന്ധമായി കമന്റ് ചെയ്യുന്നുള്ളൂ, ബാക്കി 60% നെഗാണ് കമന്റ് ചെയ്യുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളടക്കം ഈ പറയുന്ന ഇപ്പോൾ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് പോയപ്പോൾ അവർ വരെ നെഗറ്റീവ് പറയുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഈ പറയുന്ന ജാസ്മിൻ സപ്പോർട്ടീവ് കമൻസ് ഒന്നും ഞാൻ വല്ല ആണ്ടിൽ ആവണിക്ക് 1-2 മറ്റേ മഴ പറഞ്ഞ പോലെ ഞാൻ കണ്ടു, അല്ലാണ്ട് ഫുള്ള് നെഗ്ഗ. പിന്നെ ഈ പറയുന്നത് പോലെ ജാസ്മിൻ്റെ കമന്റ് ബോക്സ് യൂട്യൂബിൽ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തിനാ ഓഫ് ചെയ്ത് വെച്ചത് കമന്റ് ബോക്സ് ഒക്കെ? അവിടെ നെഗ് വരാതിരിക്കാനല്ലേ. ഇത്രയും വർഷം കമന്റ് ഇട്ട് പഴയ കോൺട്രവേഴ്സി ഇഷ്യൂ ഉണ്ടായപ്പോഴും വരാത്ത നെഗ് ഇപ്പം ജാസ്മിന് വന്നെങ്കിൽ എന്തുകൊണ്ട്? അത് ചിന്തിക്ക്. അല്ലാണ്ട് ജനങ്ങളല്ല, ഫേക്ക് അക്കൗണ്ട് അല്ല, ജനങ്ങളല്ല ഇവിടെ കള്ളന്മാര്. മനസ്സിലായ? ഒരിക്കലും ജനങ്ങളല്ല ഇവിടെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയില്ല. എങ്കിൽ അന്ന് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ജാസ്മിനെതിരെ വരാമായിരുന്നല്ലോ. ആരെങ്കിലും വന്നോ? അന്ന് ഞാൻ ഉൾപ്പെടെ സപ്പോർട്ടല്ലേ ചെയ്തത്. അപ്പൊ ഇന്ന് എന്തുകൊണ്ട് നമ്മളെല്ലാവരും തിരിഞ്ഞു? അത് ചിന്തിക്ക്. അല്ലാതെ എല്ലാം ജനങ്ങളുടെ തലയിലും ഇപ്പോൾ ബാക്കി കണ്ടുകൊണ്ടിരുന്ന യൂട്യൂബേഴ്സിനും റിയാക്ട് ചെയ്ത യൂട്യൂബേഴ്സിന്റെ തലയിൽ കൊണ്ടല്ല വെക്കേണ്ടത്. അത് ചെയ്തത് സ്വന്തം മകൾ ചെയ്തത് തെറ്റാണ്. അതിനെ ന്യായീകരിക്കാൻ നിങ്ങൾ മാതാപിതാക്കളെ ഞാൻ കുറ്റം പറയത്തില്ല. പക്ഷേ അതെടുത്ത് ഞാൻ എൻ്റെ അഭിപ്രായം പറയും. മനസ്സിലായോ? ഞാൻ എൻ്റെ അഭിപ്രായം വളരെ വ്യക്തമായിട്ട് പറയും. ഇവിടെ ജനങ്ങളല്ല, ഒരിക്കലും ഈ പറയുന്ന പോലെ നെഗറ്റീവ് കമന്റ് ഫേക്ക് അക്കൗണ്ട്സ് അല്ല. ആദ്യം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികൾ അടക്കമാണ് ഇപ്പോൾ ജാസ്മിന് നെഗായത്. അത് ചിന്തിക്ക്. അപ്പോൾ ജനങ്ങളല്ല ഇവിടെ കുറ്റക്കാർ. അത് ഈ പറയുന്ന വാപ്പാവുമായി മനസ്സിലാക്കണം. പിന്നെ വിവി നന്നായിട്ട് വെളുപ്പിച്ചിട്ടുണ്ട് കയറിയിരുന്നു, പക്ഷെ വിടത്തില്ല. കാരണം ക്യാ അവരാത് ഹേ തെറ്റെന്ന് തന്നെ ഞാൻ പറയും. എന്ന് വിചാരിച്ച് ഒരു കുട്ടിയുടെ പേരിൽ ഇത്രയും അങ്ങ് ഓരോന്ന് അഴിച്ചുവിടാൻ ഓരോ യൂട്യൂബ് ചാനലുകാർ കയറി ഇരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനകത്തോട്ട് കിടക്കാം. കാര്യം ഈ അടുത്ത് ഒരു 2 ദിവസത്തിന് മുന്നേ ജാസ്മിൻ അവിടെ ഇരിക്കുന്ന സമയത്ത് കൺഫെഷൻ റൂമിൽ വിളിപ്പിച്ചിട്ട് കൺഫെഷൻ റൂമിൽ നിന്ന് തങ്ങളുടെ വീട്ടിൽ നിന്ന് എന്തോ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു വിഷ്വൽസ് നമ്മളെ കാണിച്ചില്ല, പത്ത് വിളിച്ച് സംസാരിച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സംസാരിച്ച് കഴിഞ്ഞൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ജാസ്മിൻ പുറത്തിറങ്ങി ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്നു. ഈ പറയുന്ന ഗബ്രിയായിട്ട് അടുത്തിരിക്കാതെ മാറിയിരിക്കുന്നു. അപ്പൊ പുറത്ത് സ്വാഭാവികമായിട്ട് കാണുന്നവർ ചിന്തിക്കും എന്താണ് അവിടെ നടന്നത്. കാര്യം പുറത്ത് ഇൻഫർമേഷൻസ് വിളിച്ച് പറഞ്ഞു കൊടുത്തോ, അല്ലെങ്കിൽ നീ കാണിക്കുന്നത് ശരിയല്ല എന്ന് തന്റെ സ്വന്തം ഉപ്പ ഈ പറയുന്ന ജാസ്മിൻ എടുത്ത് പറഞ്ഞോ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്. ശരി, എന്താണ് അവിടെ സംഭവിച്ചത്? എന്നോട് എന്റെ മകൾ ഏഷ്യാനെറ്റിലെ ഈ ബിഗ് ബോസ് ഗെയിമിന് പോകുമ്പോ തന്നെ 18 മത്സരാർത്ഥികളുണ്ട്, 19 പേരുണ്ട്. ഈ 19 പേരുടെയും കുടുംബത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ത് എമർജൻസി പ്രശ്നമുണ്ടെങ്കിലും ഏഷ്യാനെറ്റുമായിട്ട് ബന്ധപ്പെടാൻ. അങ്ങനെ ഞാൻ ഏഷ്യാനെറ്റിനോട് എനിക്ക് ഒരു വയ്യായിക വന്നപ്പോൾ വിളിച്ചു ചോദിച്ച് എന്റെ മകളുമായിട്ടുള്ള ഇത് പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം അതിൽ നിന്ന് തന്നെ എനിക്ക് റിപ്ലൈ വന്നു, പിന്നെ മകളുമായിട്ട് സംസാരിക്കാനുള്ളൊരു ഇത് കിട്ടില്ല, വേണമെങ്കിൽ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ അറിയിപ്പിക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് ഇതേപോലൊരു എനിക്ക് 2-3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത് 2 ബ്ലോക്ക് 5+ കഴിഞ്ഞാണ്. അതിന്റെ വേണമെങ്കിൽ ഞാൻ ഇത് കാണിച്ചു തരാം. പിന്നെ ആൾക്കാർ ചുമ്മാതെ അതായതാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് അറിയാവുന്നവർക്ക് കണ്ടാൽ അറിയാം. ഇത് ഇതാണ് എൻജോപ്ലാസ്റ്റ് കഴിഞ്ഞ ഇത് 2 ബ്ലോക്കാണ്. 2 ബ്ലോക്കാണ്. ഇതാണ് ഇതിന്റെ ഇതില് എൻജോപ്ലാസ്റ്റ് കഴിഞ്ഞാണ്. ഇതാണ് എന്റെ ബ്ലോക്ക്. ഇനിയും ബാക്കി നിൽക്കുന്നത് ഈ ബ്ലോക്കാണ് ബാക്കി നിൽക്കുന്നത്. ഇത് കണ്ടാൽ അറിയാവുന്നവർക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. കഴിഞ്ഞ ഡിസംബർ 20-ാം തീയതിയാണ് എനിക്ക് എൻജോപ്ലാസ്റ്റ് കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ബ്ലോക്ക് ഇങ്ങനെ നിലനിൽപ്പുണ്ട്. അപ്പൊ അവർ പറഞ്ഞത് ബ്ലോക്ക് മരുന്നിനാ തലിയും, അതല്ല അലിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ശാരീരികമായിട്ടൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഡോക്ടറുമായിട്ട് ബന്ധപ്പെടുക. പിന്നെ ചെക്കപ്പ് ഉണ്ട്. അപ്പൊ ഞാൻ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പോയതാ. ഈ കഴിഞ്ഞ ആഴ്ച ഒരു ചെറിയൊരു വല്ലായ്മ പോലെ എനിക്കിങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ മാമയുടെ മകനെ വിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ തന്നു. കുഴപ്പമൊന്നുമില്ല. പിന്നെ അപ്പൊ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു ഈ ബ്ലോക്ക് ഇച്ചിരി ഇതായിട്ടുണ്ടെന്ന് തോന്നുന്നു. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ തന്നെ ഡോക്ടർ രാജചന്ദ്രനാണ് എൻ്റെ പേര് ഞാൻ പറഞ്ഞു. ഓക്കെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ചെക്കപ്പും കാര്യങ്ങളും ഓക്കെ, ഫൈൻ, എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഞാൻ 1-2 ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിക്കാം. അതായത് ഈ പറയുന്നത് പോലെ ബിഗ് ബോസുമായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് ഏഷ്യാനെറ്റുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ചെന്ന് പറഞ്ഞല്ലേ. അപ്പം എൻ്റെ ഊഹം ശരിയാണെങ്കിൽ എന്തായാലും ഒരു 99% ചാൻസ് നിങ്ങൾ ആ വോയിസ് റെക്കോർഡ് ചെയ്യാനാണ്. കാരണം ഈ ഒരു പ്ലാറ്റ്ഫോമുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ അത് ചെയ്യും.
ആ വോയിസ് റെക്കോർഡ് ചെയ്യാനാണ് ചാൻസ്. നിങ്ങൾ ആ വോയിസ് പുറത്തു വിടണം. എൻ്റെ ഒരു കാര്യം, ഓക്കെ, അത് ഫൈൻ. നിങ്ങൾ ഏഷ്യാനെറ്റുമായിട്ട് സംസാരിച്ച സാധനം പുറത്തു വിടുക. അപ്പോൾ നമ്മൾ ജനങ്ങൾ വിശ്വസിക്കാം. പിന്നെ അടുത്തത്, ഈ പറയുന്നത് പോലെ നിങ്ങൾ വിളിച്ചു വയ്യ എന്ന് പറഞ്ഞു, മകളോട് സംസാരിക്കണം, പെട്ടെന്നുള്ള ഷോക്ക്. ഓക്കെ, ഒരു അച്ഛനാകുമ്പോൾ ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, പെട്ടെന്ന് മകളോട് സംസാരിക്കണം എന്നൊക്കെ തോന്നും. ആ ഒരു ഇതിൽ കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ചു എന്ന് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ മകളുടെ ബോഡി ലാംഗ്വേജ്, മകളുടെ പിന്നുള്ള റിയാക്ഷൻസ് ഒന്നും ഹൗസിൻ്റെ അകത്ത് ഒരു വാപ്പാക്ക് വയ്യാണ്ട് ആയി വിളിച്ചു എന്നുള്ള ബോഡി ലാംഗ്വേജ് അല്ല അവിടെ മകളുടേത്. കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ പൊട്ടന്മാരല്ല. അത് ഈ വാപ്പയും ഉമ്മയെ മനസ്സിലാക്കണം. കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ പൊട്ടന്മാരല്ല. ഒരു വാപ്പാക്ക് വയ്യെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്വന്തം അപ്പന് വയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മകനോ മകളോ അല്ലെങ്കിൽ മക്കൾ പെരുമാറുന്ന രീതിയിലല്ല ജാസ്മിൻ ആ ഹൗസിനകത്ത് പെരുമാറിയിട്ടുള്ള. കാരണം ജാസ്മിൻ അവിടെ ഫസ്റ്റ് തന്നെ വന്നിരുന്നിട്ട് ഭയങ്കര ബഹളവും ഒരു ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഗബ്രിയെ അങ്ങ് ഒഴിവാക്കിയാണ് ഫസ്റ്റ് മുതലേ ചെയ്യുന്നത്. പിന്നെ ഇപ്പം ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലുള്ള എപ്പിസോഡ് ഉൾപ്പെടെ ഗബ്രിയെ ഒഴിവാക്കുകയാണ്. ഗബ്രിയുടെ അടുത്ത് പഴയതുപോലെ വല്ല ചെറുതായിട്ടൊക്കെ കയ്യിൽ പിടിച്ചിരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെയാണ്. എന്നിട്ട് റോക്കിയുടെ അടുത്ത് പോയിട്ട് പറയുന്നത് 2 ദിവസം നീ എനിക്ക് താ, 2 ദിവസം എനിക്ക് നീ താ. ഈ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ട് ഗബ്രിയെ മാക്സിമം ഒന്ന് മാറ്റി നിർത്തി ജനങ്ങളെ പൊട്ടന്മാരാക്കിയുള്ള രീതിയിലാണ് ഈ പറയുന്ന ജാസ്മിൻ കളിക്കുന്നത് ഇപ്പോൾ. മനസ്സിലായോ? ഒരു വാപ്പാക്ക് വയ്യെന്ന് പറഞ്ഞ് കഴിഞ്ഞു. പിന്നെ അവിടെ ഒരു വാപ്പാക്ക് എങ്ങനെ ഉണ്ടാവും, വാപ്പ അയ്യോ ഇപ്പോൾ വാപ്പ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അങ്ങനത്തെ ഒരു ചർച്ച പോലും ഇല്ല. അവിടെ ഗബ്രിയെ എങ്ങനെയെങ്കിലും മാറ്റി നിർത്തിയിട്ട് പുതിയ സ്ട്രാറ്റജി പിടിച്ചു പോകാനുള്ള ഒരു ശ്രമം മാത്രമാണ് അവിടെ ജാസ്മിൻ കാഴ്ചവെക്കുന്നത്. പിന്നെ അതുപോലെ ഗബ്രി അത് പുറത്ത് ഇങ്ങനെ ആയിപ്പോയി എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് സംസാരങ്ങൾ ജാസ്മിൻ സംസാരിക്കുന്നതാണ് ഞങ്ങൾ ജനങ്ങൾ കേട്ടത്. ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ജനങ്ങൾ പൊട്ടന്മാരല്ല. അത് ഫസ്റ്റ് ജാസ്മിനും ജാസ്മിൻ്റെ ഫാമിലിയും വിവിയും ഒക്കെ മനസ്സിലാക്കുക. മനസ്സിലായോ? ഞങ്ങൾ ജനങ്ങൾ പൊട്ടന്മാരല്ല. അവിടെ നിങ്ങൾ വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. നിങ്ങൾ വിളിച്ച് സംസാരിച്ചത് ഞാൻ പറയാം. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ, എൻ്റെ ഊഹം ശരിയാവണം. കാരണം നിങ്ങളവിടെ വിളിച്ച് പറഞ്ഞാണ് നീ കളിക്കുന്നത് ശരിയല്ല, ഇവിടെ പുറത്ത് ജനങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത് എന്നുള്ള രീതിയിൽ എന്താ ആണ് സംസാരിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഉറപ്പാണ് 100-110% ഉറപ്പാണ് അങ്ങനെയാണ് സംസാരിച്ചിട്ടുള്ളത്. അല്ലാതെ വാപ്പാക്ക വയ്യ അങ്ങനെയല്ല. പിന്നെ ചിലപ്പോൾ പറഞ്ഞാണ് ഇങ്ങനെ പറയണം എന്നുള്ളൊരു നിങ്ങൾ മൊത്തത്തിൽ പ്ലാൻ ചെയ്തിട്ടായിരിക്കും ഹൗസിൻ്റെ അകത്ത് പോയി ഫസ്റ്റ് അങ്ങനെ ഒരു സംഭവം ഇറക്കിയത്. അല്ലാതെ ഞാനാണ് ഹൗസിൻ്റെ അകത്ത് ഉള്ളതാണെങ്കിൽ എൻ്റെ വാപ്പാക്ക അല്ലെങ്കിൽ എൻ്റെ അപ്പന് വയ്യെന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ നിലനിൽപ്പ് അവിടെ പറ്റത്തില്ല. മനസ്സിലായോ? പറ്റത്തില്ല. പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി, ആ ഒരു ഫീലായിരിക്കും. പക്ഷെ ജാസ്മിൻ ആ ഫീലല്ല. എങ്ങനെയെങ്കിലും നെഗ് മാറ്റി തിരിച്ചു കളിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് ജാസ്മിൻ അവിടെ കിടന്ന് കറങ്ങുന്നത്. എന്തായാലും ബാക്കി കേൾക്കാം. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. പിന്നെ തുടർന്ന് ഒരു ലേഡിയുടെ വോയിസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വെച്ചിട്ടുണ്ട്. ആ വോയിസുമായി ബന്ധപ്പെട്ട് അടുത്ത് പറയുന്നുണ്ട്. നമുക്ക് അതൊക്കെ കേട്ടു നോക്കാം. ഏഷ്യാനെറ്റിലുള്ളവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അപ്പം ഇങ്ങനെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് എൻ്റെ മകളെ. അതായത് എനിക്ക് 2 കുട്ടികളെ ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ കുട്ടികളെ അങ്ങനെയാണ് വളർത്തിയതും. പിന്നെ ഇടയ്ക്ക് വെച്ച് ഞാൻ കുറച്ച് സാമ്പത്തികമായി പിന്നോട്ട് പോയി എന്ന് വിചാരിച്ച് എൻ്റെ പാപ്പാടെ ഉമ്മാടെ സ്നേഹം ഇല്ലാതിരിക്കോ പിന്നെ അങ്ങനെയുള്ള ഒരു ചിന്തയൊന്നുമില്ല. എനിക്ക് എൻ്റെ മകളോടൊന്ന് സംസാരിക്കണമെന്ന് ഞാൻ ഏഷ്യാനെറ്റിനോട് പറഞ്ഞു. സമയം തന്നു, നിങ്ങളുടെ മകളുമായിട്ട് സംസാരിക്കാം. അത് നമ്മൾ പിന്നെ അതായത് സീക്രട്ടായിട്ടോ അല്ലെങ്കിൽ സീക്രട്ടിൽ സംസാരിക്കാനൊന്നുമല്ല, അവരുടെ ആ റൂമിൽ വെച്ച് തന്നെ സമയം തന്നേക്കുന്നത്. റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ പിന്നെ മോളെ എനിക്ക് ഇതേക്ക് ശാരീരികമായിട്ട് ഒരു അസ്വസ്ഥത വന്നിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ വെള്ളിയാഴ്ചയായിരുന്നു, വെള്ളിയാഴ്ച ആവട്ടെ, വെള്ളിയാഴ്ച പോകുമ്പോൾ അറിയാം, എന്തായാലും കുഴപ്പമൊന്നുമില്ല, നമ്മള് നല്ലോണം ഗെയിം കളിക്കണം. ഞാൻ ഇങ്ങനെ പറഞ്ഞു, നല്ലോണം ഗെയിം കളിക്കുക എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു എന്താ ഇങ്ങനെ പെട്ടെന്ന് വരാനുള്ള കാരണം. നമ്മൾ ഈ ഒരു ബ്ലോക്ക് നിൽക്കുന്നോണ്ടാണ് പെട്ടെന്ന് വരാനുള്ള കാരണം. പിന്നെ എൻ്റെ മകൾക്ക് ചിന്ത ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് ഇനി മകൾ ഇങ്ങനെ കളിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഇത് കണ്ടുകൊണ്ടാണോ ഉപ്പായ്ക്ക് ഇങ്ങനെ വന്നത്, അല്ലെ വാപ്പായ്ക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള ചിന്ത ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആൾക്കാരുടെ ചിന്ത അങ്ങനെ തന്നെ വരുള്ളൂ. അപ്പൊ ഇവര് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസ് വയ്യാത്തിന്റെ കേസ് മാത്രം സംസാരിച്ചെന്നുള്ളൊരു രീതിയിലാണ് ഇവർ പറയുന്നത്. ഒരിക്കലും അതല്ല. അങ്ങനെയാണെങ്കിൽ ആ വോയിസ് ബിഗ് ബോസ് എന്തായാലും അത് റെക്കോർഡ് ചെയ്താണല്ലോ. ബിഗ് ബോസ് ആ ഒരു സമയം കൺസെഷൻ റൂമിൽ വിളിച്ചിരുത്തിയ സംഭവങ്ങളെല്ലാം റെക്കോർഡഡ് ആണല്ലോ. ആ സാധനം ജനങ്ങളെ അറിയിക്കുക. ഉറപ്പായിട്ടും നമ്മൾ പ്രേക്ഷകർ ഈ നമ്മുടെ പൈസ കൊടുത്തിട്ടാണല്ലോ ഹോട്ട്സ്റ്റാറും കേബിൾ വഴിയൊക്കെ കാണുന്നത്. അപ്പം നമ്മൾ ജനങ്ങൾ അത് കേൾക്കാൻ അർഹരാണ്. 24/7 ആണല്ലോ ഈ സാധനം. എന്നിട്ട് അത് മാത്രം എവിടെ പോയി കാണാനില്ല. അപ്പോൾ അത് വയ്യ എന്നുള്ള കേസ് പറയുന്നില്ലേ, ഹൗസിൻ്റെ അകത്തും വന്നിട്ട് അതല്ലേ പറയുന്നത്. അപ്പോൾ വയ്യ എന്നുള്ള കേസല്ലേ പറയുന്നത്. അത് ഉറപ്പായിട്ട് ജനങ്ങളെയും കേൾപ്പിക്കണം, ഉറപ്പായിട്ട് അകത്തുള്ള കണ്ടസ്റ്റൻസിനെയും കേൾപ്പിക്കണം. പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പം എന്താണ് നമുക്ക് ഊഹിക്കാന്നേ ഉള്ളൂ.
അതുകൊണ്ട് ഇനി വെളുപ്പിക്കലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അത് വളരെ വ്യക്തമാണ്. ഈ കേസാണ് പറഞ്ഞു കൊടുത്തത്. അത് ജാസ്മിൻ്റെ അവിടുത്തെ ബോഡി ലാംഗ്വേജ് പറയുമ്പോൾ തന്നെ എഴുതി തള്ളുക. ഇനിയിപ്പോൾ അതിനെതിർന്ന് വിവി മുത്തേ നീയും കൂടി ഇരുന്ന് വെളുപ്പിക്കുമ്പോൾ എനിക്ക് യോജിപ്പില്ല ബാക്കിയൊക്കെ. ബാക്കി ഇനി ആ വോയിസ് ഒരു അവിടുത്തെ ലേഡിയുടെ ഒരു വോയിസ് അല്ലേ, അത് കേട്ടു. ജാസ്മിൻ ജാഫറിനെ കുറിച്ചിട്ട് ഒരു കാര്യം പറയാനാണ് ഞാൻ മെസ്സേജ് അയച്ചത്. വേറൊന്നുമല്ല, അവൾ കിറ്റ് ചെയ്യാൻ പോകുന്ന അവളുടെ ഫാദറിന് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസിൽ കണ്ടായിരുന്നു. അവളുടെ ഫാദറിന് ഞാൻ നോക്കിയിട്ട് പ്രശ്നമൊന്നുമില്ല. കാരണം ഞങ്ങൾ ഇന്നലെ നൈറ്റ് ഒരു 7 മണിയൊക്കെ ആയപ്പം ഞങ്ങൾ പുനലൂർ വരെ അത്യാവശ്യമായിട്ട് പോയപ്പം അവളുടെ ഫാദർ വെഞ്ചേമ്പ് ജംഗ്ഷനിൽ അറേബ്യൻ ബേക്കേഴ്സിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ആൾക്കാരെടുത്ത് സംസാരിക്കുന്നത് ഞാൻ കണ്ട്. പിന്നെന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. ഇതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ ഇല്ലയോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ആളെ നേരിട്ട് കണ്ട ആളാണ്. ഒരു വോയിസ് ക്ലിപ്പിൽ പറയുന്നുണ്ടായിരുന്നു, ഒരു അറേബ്യൻ ബേക്കറിയുടെ അടുത്ത് നിന്ന് അച്ഛാ പോയി നാരങ്ങ കുടിക്കുന്ന കണ്ടോ, അവിടെ ഇരിക്കുന്ന കണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ നാട്ടിൽ, അതായത് ഈ പുനലൂർ വെഞ്ചേമ്പ് എന്ന് പറയുന്ന നാട്ടിലുള്ള ആൾക്കാർ തന്നെ പറഞ്ഞ ഒരു വോയിസ് ക്ലിപ്പ് ഭയങ്കരമായിട്ട് എല്ലായിടത്തും വൈറലാവുന്നുണ്ടായിരുന്നു. അത് കേട്ടിട്ടുണ്ടായിരിക്കും? ഞാൻ കേട്ടായിരുന്നു. എനിക്ക് ഒരു അറ്റാക്ക് വന്നപ്പോഴേ ഞാൻ പുനലൂർ ഞങ്ങളുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് പോയത്. അവിടെ വെച്ച് എനിക്ക് ഗുളിക തന്നിട്ട് പറഞ്ഞ് അപ്പൊ എൻ്റെ വൈഫും എൻ്റെ മകളും ഉണ്ടായിരുന്നു. അവരോട് പറഞ്ഞ് പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുക എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ സുഹൃത്ത് എൻ്റെ കൂടെ വന്ന ആള് പറഞ്ഞു എൻ്റെ പാപ്പായ്ക്ക് ഇതേ കണക്ക് നേരത്തെ ഇത് വന്നപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പ്രണവത്തിലോട്ട് കൊണ്ടുപോയി അവിടെ പെട്ടെന്ന് ഗുളിക തന്നു, കുഴപ്പമൊന്നുമില്ല വിട്ടു എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം. എനിക്ക് ആ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പ്രണവ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ 2ാമത് പോയി. അവിടെ പോയപ്പോൾ നാരായണൻ നായർ എന്ന് പറഞ്ഞ ഡോക്ടറെയാണ് കണ്ടത്. എൻ്റെ കുഞ്ഞിലെ പോലുള്ള ഡോക്ടറാണ്. അപ്പൊ പുള്ളി എൻ്റെ ഇതെടുത്ത് നോക്കിയിട്ട് ECG എടുത്ത് നോക്കിയിട്ട് എൻ്റെ വൈഫിനോടും എൻ്റെ അടുത്ത സുഹൃത്തിനോടും പറഞ്ഞത് ഈ പുള്ളി മെഡിക്കലിൽ എത്തുമോ എന്ന് തന്നെ സംശയമുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് മെഡിക്കലിൽ എത്തിക്കുക. അപ്പൊ പ്രണവ് ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് കൈപ്പടയാണ് നടന്നിറങ്ങി താഴോട്ട് ഇറങ്ങി വണ്ടിയിൽ കയറാൻ. അപ്പം നാരായണ നായർ ഡോക്ടർ പറഞ്ഞത് പുള്ളിയെ ഒരു ചെവിട് നടത്തരുത്, നടത്തിയാൽ എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് സ്ട്രെച്ചറിൽ എടുത്ത് കൊണ്ടുപോകാമെന്നാണ്. അപ്പൊ എൻ്റെ വൈഫും എൻ്റെ സുഹൃത്തും എൻ്റെ മകളും പറഞ്ഞു അത് അവിടെ ഇരിക്കെ സ്ട്രെച്ചറിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ നടന്ന് ആ സ്റ്റെപ്പ് ഇറങ്ങി ഞാൻ ആംബുലൻസിനകത്ത് കയറിയ മനുഷ്യനാണ് ഞാൻ. സംഭവിച്ചാൽ സംഭവിച്ചോട്ടെ, അത് അന്നാടെ കയ്യിലാണ്. എന്നിട്ട് പോലും ഭയക്കാത്ത ഞാന് ഒരു ശാരീരികമായ ഒരു ഇത് വന്നപ്പോൾ എനിക്ക് എൻ്റെ ജംഗ്ഷനിൽ ഇറങ്ങാൻ പാടില്ല, എൻ്റെ ജംഗ്ഷനിൽ ഇറങ്ങി കാപ്പി കുടിക്കാൻ പാടില്ല, ജ്യൂസ് കുടിക്കാൻ പാടില്ല, അത് സീക്രട്ടായിട്ട് കുടിക്കണമെന്നൊക്കെ പറഞ്ഞാല് അതൊന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. ശാരീരികമായി വയ്യാതിരിക്കുമ്പോൾ ജംഗ്ഷനിൽ ഇറങ്ങി ജ്യൂസ് കുടിക്കുന്നു, കാപ്പി കുടിക്കുന്നു, എന്തുവാടേ? എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് ശാരീരികമായി വയ്യാതിരിക്കുന്ന ആൾക്കാർ ചെയ്യുന്നത്. ജംഗ്ഷനിൽ ഇറങ്ങി ജ്യൂസ് കുടിക്കുമോ? ഒരു സ്റ്റെപ്പ് പോലും നടക്കില്ലെന്ന് പറഞ്ഞിട്ട് ജ്യൂസ് കുടിക്കാൻ ഇറങ്ങിപ്പോയിരിക്കുന്നു. പിന്നെ ഈ പറയുന്ന പോലെ ആംബുലൻസിൽ സ്ട്രെച്ചറിൽ കൊണ്ട് കയറ്റണമെന്നൊക്കെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. എന്നിട്ട് ജംഗ്ഷനിൽ ഇറങ്ങി കാപ്പി കുടിക്കാൻ പാടില്ല, ജ്യൂസ് കുടിക്കാൻ പാടില്ലെന്ന്. അപ്പം അതിൽ തന്നെ എന്തൊക്കെയൊക്കെയോ ഇല്ലേ. എനിക്കൊരു അത് തന്നെ ആ സാധനം ഫീൽ ചെയ്യുക. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഈ ഇൻ്റർവ്യൂവിൽ കണ്ടത് എനിക്ക് കട്ട വെളുപ്പിക്കലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കട്ട വെളുപ്പിക്കലാണ്. വെളുപ്പിക്കലിൻ്റെ എക്സ്ട്രീം ലെവലാണ്. ഇതിലല്ലാതെ ഒന്നുമില്ല. സത്യസന്ധമായ ഒരു സാധനം ഇതിൽ പറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുറേ ക്വസ്റ്റ്യൻസിന് ഉത്തരം ഒന്നുമില്ല. ഈ പറഞ്ഞ പോലെ ബിഗ് ബോസിൽ 24/7 കാണുന്ന ജനങ്ങൾക്ക് കാണാൻ പറ്റില്ല. കൺസെഷൻ റൂമിൽ വിളിച്ച് കാണിച്ച കാര്യം അതെവിടെ പോയി? അപ്പോൾ അതുകൂടായിപ്പല്ലേ. അപ്പോൾ അവിടെ പറയാൻ പാടില്ലാത്ത എന്തോ സംസാരിച്ചു തന്നില്ല. പിന്നെ നേരെ വന്നിട്ട് ഹൗസിൽ വന്നിട്ട് ഗബ്രി ഒഴിവാക്കുന്നു, ഗബ്രിയുടെ ആ പ്രശ്നം പുറത്ത് ഇങ്ങനെയാണ് ചർച്ച എന്നുള്ള രീതിയിൽ ജാസ്മിൻ പറയുന്നു. ഓഫ് കോഴ്സ് അത് ചിന്തിച്ചൂടെ? പിന്നെ വയ്യാത്ത വാപ്പ വന്നിരുന്ന് ഇൻ്റർവ്യൂ കൊടുക്കുന്നു, ജ്യൂസ് കുടിക്കാൻ പോകുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ എന്താടെ പൊട്ടന്മാരാ? നമുക്ക് ബുദ്ധിയുണ്ടേ. 2024 കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ബുദ്ധിയുണ്ട്, ബോധമുണ്ട്. ഇങ്ങനെ വന്നിരുന്ന് വെളുപ്പിച്ചാൽ മകളെ വെളുപ്പിക്കുന്നതൊക്കെ ഓക്കെ, നിങ്ങൾ ഫാദർ മദറൊക്കെ ആകുമ്പോൾ വെളുപ്പിക്കും. പക്ഷെ അത് ജനങ്ങൾ അംഗീകരിക്കത്തില്ല. മനസ്സിലായി? ഞങ്ങൾക്ക് അറിയാം സത്യം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള വിവരം ബോധമൊക്കെ ഇപ്പോൾ ഉണ്ട്. പണ്ടത്തെ കാലമൊക്കെ മാറി മാൻ. അല്ലേ വിവി, നീ വെളുപ്പിക്കാൻ കയറിയിരുന്നു, നീ വെളുപ്പിച്ചോ, ജസ്റ്റ് ഡു ഇറ്റ് മാൻ. പക്ഷേ സത്യം ഞങ്ങൾക്ക് അറിയണം മാൻ. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബിഗ് ബോസിൻ്റെ ആ വോയിസ് കേൾക്കണം. പിന്നെ ഈ പറഞ്ഞതുപോലെ ജ്യൂസ് കുടിക്കാൻ പോയത് CCTV കാണിക്കും. ജ്യൂസ് കുടിച്ചിട്ട് നേരെ ആംബുലൻസിൽ കയറി പോയതൊക്കെ. അല്ലാതെ ജനങ്ങളെങ്ങനെ വിശ്വസിക്കാം? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ്. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.